ക്രിസ്ത്യൻ സമൂഹത്തിനെതിരായ അക്രമത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് കത്തയച്ചിരിക്കുകയാണ് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം. വിഷ്ണു, എന്തൊക്കെയാണ് വിവരങ്ങൾ? ആര്യ, തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ക്രിസ്മസ് കരോളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വലിയ തലത്തിലുള്ള അതിക്രമമാണ് പല മേഖലകളിലും, പ്രത്യേകിച്ച് ഉത്തർപ്രദേശിലും ഛത്തീസ്ഗഡിലുമൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസമാണ് ഈ ജബൽപൂരിൽ ഈ ഒരു ക്രിസ്ത്യൻ സമൂഹത്തിന് നേരെ ഒരു അതിക്രമം ഉണ്ടാവുകയും ചെയ്തത്. അതിന്റെയൊക്കെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രചരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിൽ വലിയ അതിക്രമം നടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇതിനെതിരെ ഇപ്പോൾ യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം രംഗത്ത് വന്നിരിക്കുന്നത്. നിലവിൽ 24-ാം തീയതി ഛത്തീസ്ഗഡിൽ ഹിന്ദു സംഘടനകൾ, സംഘപരിവാർ സംഘടനകൾ ബന്ദിന് കൂടി ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് കത്തെഴുതിയിരിക്കുന്നത്. ആ കത്തിൽ ചൂണ്ടിക്കാട്ടുന്നത് ഈ ബന്ദ് നടത്താനുള്ള തീരുമാനം അത് പിൻവലിക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നടപടി സ്വീകരിക്കണം. പ്രത്യേകിച്ച് 24-ാം തീയതി ഇത്തരത്തിൽ ബന്ധൊക്കെ നടന്നു കഴിഞ്ഞാൽ അത് ക്രിസ്ത്യൻ സമൂഹത്തിനെതിരെ വലിയ അതിക്രമത്തിലേക്കൊക്കെ കടക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പിൻവലിക്കണമെന്നതാണ് ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന മതസ്വാതന്ത്ര്യമടക്കം ഉറപ്പിക്കാൻ ഇത്തരത്തിൽ അമിത്ഷാ ആഭ്യന്തരമന്ത്രി ഇടപെടണം. പ്രത്യേകിച്ച് ഉത്തർപ്രദേശ്, ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളിലാണ് വലിയ തോതിൽ അക്രമം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ശക്തമായ ഇടപെടൽ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം കത്തയച്ചിരിക്കുന്നത്. ആര്യ, ശരി. വിഷ്ണു തലവൂരാണ് വിവരങ്ങൾ നൽകിയത്.